ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ അച്ഛൻ്റെ ബലിയിടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒരിക്കലെടുക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ അടിച്ച് തുടച്ചിട്ടൊക്കെ വേണം, കുളിച്ചിട്ടൊക്കെ വേണം തീ കത്തിക്കാനായിട്ട്, ഇന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അത് അലക്കാനായിട്ട് ആദ്യം ഇട്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ അലക്കാട്ടുണ്ട്, ഇതിൽ അലക്കാട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പോയി പച്ചമുളക് പൊട്ടിച്ചോണെന്ന് വെച്ചതാണ് കേട്ടോ കാണിച്ചത്. കല്ലും അലക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ മുകളിലേക്ക് കയറാൻ നിൽക്കണ്ടല്ലോ. ബാക്കി വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ ചേട്ടനോടും പിള്ളേരോടൊക്കെ ഇടാനൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ചവിട്ടുപടി കഴുകിയിട്ട് തന്നെയാണ് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. മുറ്റത്തെ പണികൾ തീർത്തിട്ട് അകത്തത്തെ ജോലികൾക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല, അടുക്കളയിൽ കുക്കിങ്ങൊന്നും തുടങ്ങിയിട്ടില്ല. 6:30 എഴുന്നേറ്റത്, 6 മണി 6:30 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ ഇത് ആ ചവിട്ടി മാറ്റി ആ ചവിട്ടി ഒന്ന് കഴുകിയിടണം. അപ്പോൾ അത് വെള്ളത്തിൽ മുക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടേക്കൊന്ന് മുറ്റടിച്ചു. മുറ്റം ഒരേ ഭാഗം ക്ലീനാക്കി വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് ആ ചവിട്ടി ഒന്ന് അവിടെ പൂച്ചക്കൂട്ടന്മാർ കിടന്ന് ഒരു പരുവാക്കിയിട്ടുണ്ട്. അത് എന്നാലും പിന്നെ അവർക്ക് കിടക്കണ്ടേ, അതിൽ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ പിന്നെ അതൊന്ന് കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് ആ ഉമ്മറം കൂടിയും ഒന്ന് മുറ്റടിച്ചു കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കണം. എന്തായാലും ഈ ആഴ്ച ഈ ഫ്രണ്ട് ഭാഗം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ അവസാനം കാണാം, അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അകം ഒക്കെ തുടയ്ക്കാനായിട്ട് കയറി. അകമൊന്നും തുടയ്ക്കാമെന്ന് ഞാൻ കാണിച്ചില്ല കേട്ടോ. അതൊക്കെ ഇന്നലെ കാണിച്ചത്. ഇന്നും അത് തന്നെ കാണിച്ചാൽ ബോറാവില്ലേ എന്ന് വിചാരിച്ചു. എന്നും കാണുന്ന കൂട്ടുകാർക്ക് അതൊരു ബോറടി പോകും. അപ്പോൾ പിന്നെ ഇന്ന് അടുക്കള മാത്രം ക്ലീനിങ് കാണിച്ചോളാം. അപ്പോൾ ഓടിച്ചിട്ടൊരു ക്ലീനിങ് കേട്ടോ. തലേ ദിവസം നമ്മൾ ക്ലീൻ ആക്കിയിട്ടൊക്കെ കിടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ ഒരിക്കലും എടുക്കണതുകൊണ്ട് എന്തായാലും ഒന്ന് വൃത്തിയാക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ തലേദിവസം മീനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ച് വാരി തുടച്ച് എല്ലായിടത്തും തുടച്ച് അടുക്കളയൊക്കെ ക്ലീനാക്കി എല്ലാ ക്ലീനിങ് കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങനെ വേണം ദിവസമെന്ന് എനിക്ക് തോന്നി. രാവിലെ തന്നെ എഴുന്നേറ്റ് ക്ലീനിങ് കഴിഞ്ഞ് മലയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയല്ലേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അടിപൊളിക്കായിരുന്നു. അപ്പോൾ ഇനി അടുത്ത കൊല്ലം മലയ്ക്ക് പോകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ശ്രീകുട്ടനായത്തിന് പോയിട്ട് മതിയായിട്ടില്ല. പക്ഷേ കൂടെ പോകാൻ ആരും ഇല്ലാത്ത കാരണം ചേട്ടൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ആയ ഒരാളല്ല. അപ്പോൾ അതിനെ കൂടെ പോകാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ നിൽക്കണേ. ഇനി മാമൻ പോകുമ്പോൾ കൂടെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ കുഞ്ഞിപ്പെണ്ണിനൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികളാകുമ്പോൾ അധികം താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പിള്ളേർ പോവുമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം പഠിക്കണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. PG ചെയ്യണ്ട ഇനി അവന്. അപ്പോൾ അതിൻ്റെ 100% അറിയില്ല കേട്ടോ. അപ്പോൾ അതൊരു കുറുമക്കറി എളുപ്പത്തിന് വേണ്ടി ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങും എന്താ പറയുക ക്യാരറ്റും ബീൻസും കൂടി ഒന്ന് കുക്കറിലടിച്ചു. ശരിക്കും വഴറ്റിയിട്ടേ കുക്കറിൽ അടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ തലതിരിച്ച് ചെയ്യേണ്ടതാണ് ഇത്തിരി എളുപ്പത്തിനെന്ന് വെച്ചാൽ അത്യാവശ്യം സമയമായിട്ടുണ്ട്, ആദ്യത്തിന് വിശക്കണമെന്ന് പറഞ്ഞ് വന്നു. അതുകൊണ്ടാണ് ഈ എളുപ്പപ്പണി ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതൊന്ന് വഴറ്റിയിട്ട് പിന്നെ സവോള ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ മുളക് പൊടിയല്ല കേട്ടോ, കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 തക്കാളി അടിച്ചതും കൂടി ചേർത്തു. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ നമ്മുടെ ഈ വേവിച്ച് വെച്ചത് കഷ്ണങ്ങൾ വെള്ളം ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മസാലയിലിട്ട് വഴറ്റിയിട്ട് വേണം കുക്കറിൽ മസാലയോടുകൂടി വേണം കേട്ടോ വേവിക്കാനായിട്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാളികേരം അണ്ടിപ്പരിപ്പും കൂടി അരച്ച് ചേർത്ത് കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ലൂസാക്കി നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് മല്ലിയില ഇട്ടിട്ട് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞത് ചപ്പാത്തി പ്രസ്സിലുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇനി എന്നും ചപ്പാത്തി പ്രസ്സിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അത് കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ദിവസം ഉണ്ടാക്കുമ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അത് കാരണം ഇന്നത്തെ അത്ര പെർഫെക്റ്റ് ആയില്ല. എന്നും ഉണ്ടാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറ് കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒരു തപ്പിപ്പിടിയൊക്കെ വന്നു. പിന്നെ ചോറ് മുറ്റത്താണ് തീ കത്തിച്ചത് കേട്ടോ. കുറേ ദിവസമായി കറണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് ഗ്യാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മീൻകറിയൊക്കെ സ്റ്റീൽ ചട്ടിയിലൊക്കെ വെച്ചത്. കൂട്ടുകാരോട് ഇനി പരിഭവം പരാതിയൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും മിണ്ടാണ്ടിരുന്നതാണ്. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ചിലവർ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഇഷ്ടത്തോടുകൂടി കേൾക്കും. ചിലവർക്ക് പറയും ഇല്ലായ്മ പറയാമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പോകേണ്ടി വന്നില്ല. ചേട്ടൻ എടുക്കാനായിട്ട് പോയപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇവിടെ ഉണ്ട്, ഗ്യാസ് എടുക്കാനായിട്ട് പോകണ്ട കൊണ്ടുപോക്കോന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ, പൈസ കൊടുത്ത്. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാൻ പോകേണ്ടി ഒന്നും വന്നില്ല. കാലത്ത് തന്നെ എടുക്കാൻ പറ്റി കേട്ടോ. ഇവർ ഉണ്ടെന്ന് മുന്നേ അറിഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നെ മുന്നേ എടുത്ത് വെച്ചാൽ
കഴുത്ത് ഉയർത്തി പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണെന്നുകൊണ്ട് ശബ്ദം ഭയങ്കര ബോറായിരുന്നു അല്ലേ. ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത്. അതിനിടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അതിനിടയ്ക്ക് ചോറ് വെന്തു കേട്ടോ. ആ വർത്താനം പറയുന്ന നേരം കൊണ്ട് അങ്ങനെ ഊറ്റി വെച്ചു. പിന്നെ ഓടി വന്ന് കൂർക്കേനെ ക്ലീനാക്കി അത് റെഡിയാക്കാനാണ് എടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മൊരിയിച്ച് കുറച്ച് ചതച്ചമുളകും കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും. ചതച്ചമുളകിന് ഭയങ്കര എരിവാണ്. അത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ എരിവ വായിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സമയം നോക്കാൻ കേട്ടോ. ഉച്ചക്കൽക്കുള്ളതും വൈകി തുടങ്ങിയില്ലേ. വർത്താനം പറഞ്ഞിരുന്ന അങ്ങനെ ആ ടൈം പോയി. അതുകൊണ്ടാണ്. അപ്പം അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ അത്ര അങ്ങോട്ട് താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ അതിൽ കാണിക്കാമെന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം അമ്മേനെ ആയിട്ട് പിടിക്കണില്ല എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ പിടിക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ചേട്ടൻ കൂർക്ക ഞാൻ അവിടെ നിന്ന് അടുപ്പത്ത് വയ്ക്കൽ ഇവിടെ ചെറിയ തീയിലും മുളകൊക്കെ മൂപ്പിക്കലൊക്കെ ഒപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രസവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം പറ്റില്ലല്ലോ, ഭയങ്കര ഉപ്പേരി മാത്രം ആകുമ്പോൾ ഒരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും രസവും ഇതും നമ്മുടെ പൈനാപ്പിൾ അച്ചാറും ഉണ്ട് കേട്ടോ. ചോറാണ് ഉച്ചക്കലത്തെ ആയിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്ന് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇത്തിരി നേരം വൈകിട്ട് കൊടുത്ത കാരണമാണെന്ന് തോന്നുന്നു. ആരും വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ഒന്നും വന്നില്ല. നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് സന്തോഷം. അപ്പോൾ ഈ സൺഡേ ദിവസങ്ങളിൽ ഇത്തിരി നേരം വൈകിട്ട് കൊടുക്കാവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ ആദ്യത്തിന് അച്ചാറിൽ അപ്പോൾ പിന്നെ അമ്മ അങ്ങനെ എടുക്കാൻ വന്നപ്പോൾ അമ്മേനെ ഓട്ടോമാറ്റിക്കലി അതിൽ പെട്ട കാരണം കൊണ്ട് ഞാൻ ഇതിലിട്ടതാണ് കേട്ടോ. കൂട്ടുകാരെപ്പോഴും എല്ലാ വ്ളോഗിലും ആരെങ്കിലും ഒരാൾ അമ്മ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് അമ്മ ഒരു പ്രാവശ്യം വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇല്ലാത്ത നേരത്തെ ആയതുകൊണ്ടാണ് വ്ളോഗിലൊന്നും ഇടായിരുന്നു. ചിലപ്പോഴൊന്നും വ്ളോഗിൽ പിടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇന്നിപ്പോൾ ഈ ഫുഡ് എടുക്കാൻ വന്നതുകൊണ്ടാണ് കേട്ടോ ഇതിലൊന്ന് പിടിച്ചതെന്ന് മാത്രം. അത് കഴിഞ്ഞ് അമ്മ പിന്നെ ഇവിടെ ഇരിക്കില്ല, മുറിയിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിനും കൂട്ടുകാർ പലരും അതിന് അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ അമ്മയുടെ ഇഷ്ടമല്ലേ, അത് ചെയ്തോട്ടെ. നമ്മൾ നിർബന്ധിച്ചിട്ട് അത്ര കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കാനൊന്നും പോയില്ല. പോവാറില്ല കേട്ടോ. അവരുടെ ഇഷ്ടത്തിന് തന്നെ ഇരുന്നോട്ടെ. പിന്നെ അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കള തുടച്ചൊക്കെ ഇട്ടു. അപ്പോൾ ആ പൂച്ചക്കുട്ടന്മാർ വേണം വേണ്ടാച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു തണ്ടലൊക്കെ നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പാതിരിയാവുന്ന എഡിറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെയാവും ഇന്നും. അപ്പോൾ ഇന്നെങ്കിലും ഇത്തിരി നേരത്തെ എഡിറ്റ് ചെയ്ത് കിടക്കണമല്ലോ. പിന്നെ ഒരു ജോലി ഞാൻ കാലത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇതന്നെ നമ്മുടെ നടക്കി നേരെ തന്നെ വഴിയിടണമെന്ന് 2-3 കൂട്ടുകാർ നമ്മുടെ കമൻറ്റും ചോദിച്ചു. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നടക്കി നേരെ ഇങ്ങനെ അടച്ച് വെക്കണത് അത്ര നല്ലതല്ലാന്ന്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതവിടെ ജമന്തി ഉണ്ടായിരുന്നു, 2-3 ചെടികളൊക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ. മുസാണ്ട കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഒതുക്കി കെട്ടി അവിടെ നിർത്തുകയാണ് ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി ചെടികളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. വേറെ സൈഡിലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെയുള്ളത് മുറിച്ചെടുത്തു. പിന്നെ അവിടെ ഒരു കല്ലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു തെങ്ങ് പോലത്തെ ഒരു ചെടി, അതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പനയൊക്കെ പോലെ അടയ്ക്കാരം പോലെ ശരിക്കും പറയാൻ വെച്ചാൽ അടയ്ക്കൊക്കെ ഉണ്ടാവണ പോലെയാണത്. ചേട്ടന് വീട് പണി കഴിഞ്ഞ സമയത്ത് വളരെ ചെറുത്, നമ്മുടെ വിരലിൻ്റെ അത്ര നീളമുള്ള ഒരു ഇത് തന്നതാണിത്. ഞാനത് പിടിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അന്ന് അവിടെ വെറുതെ അങ്ങനെ നേരത്തെ അങ്ങോട്ട് കുഴിച്ചിട്ടു എന്ന് മാത്രം. പക്ഷേ ഇതൊക്കെ പിടിച്ച് ഇത്രയും നല്ലതായി. ഒരു തൈക്ക് 250 രൂപയാണ് കേട്ടോ. നമ്മൾ മണ്ണത്തിലൊക്കെ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിന് കൂടിയിട്ടുണ്ടാവുമോ എന്നറിയില്ല. കുറച്ച് നാൾ മുന്നത്തെ റേറ്റാണ് ഞാൻ പറഞ്ഞത്, 250 രൂപ എന്ന്. അപ്പോൾ പിന്നെ അത് നല്ലതല്ലേ, അത് അവിടെ തന്നെ നിന്നോട്ടെ. പക്ഷെ നല്ല ഭംഗിയിൽ കുറേ ചെടികളൊക്കെ നല്ലത് നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ ഒന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്ര ഭംഗി തോന്നാത്തത് കേട്ടോ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെടിച്ചട്ടി മേടിക്കണം, പിന്നെ മണ്ണടിക്കണം, ചിലയിടത്തൊക്കെ കട്ട കെട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ചധികം കാശ് ചിലവുണ്ട്. അടുത്ത കൊല്ലം ഓണാകുമ്പോഴേക്കൊക്കെ പറ്റും എനിക്ക് എന്തായാലും അതൊക്കെ. അപ്പോഴേക്കൊക്കെ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ആഗ്രഹമാണ് കേട്ടോ എൻ്റെ. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരോട് പറയണത്. എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നത്. പിന്നെ അത് അവിടെ ആകെ ചെമ്പരത്തി അങ്ങോട്ട് കാട് പിടിച്ചു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒന്ന് വെട്ടി ഒതുക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് വെട്ടി ഒതുക്കി. പാടപ്രദേശമല്ലേ, ജന്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ കണ്ണിൽ കണ്ടു എന്നൊന്നും വരില്ല, പക്ഷേ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പുറത്തെ വീട്ടിലൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കണ്ടേ. പിന്നെ ഈ മൂലയിൽ ഈ ചെടി അതൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. കുറേയൊക്കെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞു. എല്ലാതും ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ചെയ്താൽ ഭംഗിയുണ്ടാവും, പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരു വൃത്തിയില്ല. പിന്നെ അവിടെ ചാമ്പയ്ക്കുണ്ട്. ചാമ്പയ്ക്ക ഒന്ന് വിടർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡി ആവണമെങ്കിൽ അത് ഇവിടുത്തെ അട്ര പോലെ അങ്ങനെയുള്ളതൊക്കെ കളയണം. അപ്പോൾ ചുറ്റുമുള്ളതൊക്കെ കൈത ഒക്കെ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ചെടി,
അതൊക്കെ ഉണ്ടായിരുന്നു. അത് അത്രയേക്കാനും മധുമയും പൈനാപ്പിളൊന്നും ഉണ്ടാവണില്ല കേട്ടോ. നിറയെ മരച്ചെടികളല്ലേ. പിന്നെ മരച്ചെടികൾ പറിച്ച് കളയണമൊന്നുമില്ല, ഒക്കെ വെട്ടി കളയണോളം. എന്താ കാരണം വെച്ചാൽ നമ്മുടെ സ്ഥലം ഉയർന്നാണ് നിൽക്കുന്നത്, അപ്പുറത്തെ പറമ്പൊക്കെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ മണ്ണൊക്കെ ഒലിച്ച് പോകുമല്ലോ. ചാക്കിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നിരത്തിയിട്ടൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വീട് പണി ഇത് അവസാനിപ്പിച്ച സമയത്തൊക്കെ. എന്നാലും അത് ചാക്കൊക്കെ പൊട്ടിപ്പോകാനൊന്നും അധികം സമയമൊന്നും വേണ്ടല്ലോ. ഞങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഇനി മതിൽ കെട്ടാൻ പറ്റുമ്പോൾ മതിൽ കെട്ടാം. പിന്നെ ഞാൻ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പുല്ലുകളും കൂടി പറിച്ച് എടുത്തു കേട്ടോ. കണ്ടപ്പം നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറിച്ച് കളഞ്ഞ ചെടിയൊക്കെ ചേട്ടൻ ഓരോ ഗ്രോ ബാഗിലൊക്കെ വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചെടി അവൾ പറിച്ച് കളയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഗ്രോ ബാഗിലാക്കി വെക്കുക, ഇനി നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഭംഗിയിൽ വെക്കാമല്ലോ. പിന്നെ ഡാലിയയുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് വെക്കുന്നുണ്ട്. ചെറിയ ചെടികളാണ്, അതൊക്കെ ഒന്ന് ഉഷാറാവാനുണ്ട്. അപ്പോൾ അതൊന്ന് പിടിക്കണം, എന്നാലാണ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള പാത്രങ്ങളിലൊക്കെ വെച്ച് എന്തായാലും അതിനൊന്ന് വേരൊക്കെ വന്ന് നല്ല ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച്. പിന്നെ ആ സ്നേക്കിൻ്റെ പോലത്തെ അങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ടല്ലോ, അത് കുറേ നാളായി ഞാൻ എവിടെ നിന്ന് എല്ലായിടത്തും അന്വേഷിക്കേണ്ടത്. ഇവിടെ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അത് വലിയ ചെടിയാണ് ജിഷേ, ചെറുത് മുളച്ച് വരുമ്പോൾ എന്ന സമയത്ത് ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചില്ല കേട്ടോ. ചിലവർക്ക് അങ്ങനെ ചെടിയൊന്നും കൊടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പണ്ടത്തെ ആൾക്കാരുടെ പോലെയൊന്നുമല്ല ഇപ്പം. ചെടിയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൈസ എടുത്ത് മേടിക്കണമല്ലോ, നിങ്ങളും പൈസ കൊടുത്ത് വാങ്ങിച്ചോ എന്നുള്ളൊരു മട്ടിൽ പോലെയാണെന്ന് എനിക്ക് തോന്നാറ് കേട്ടോ. പണ്ടൊക്കെ ഒരു വീട്ടിൽ ചെടി ഉണ്ടായാൽ അതെല്ലാവർക്കും കൊടുക്കും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെടിത്തോട്ടമൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. നല്ല ഭംഗിയുള്ള ചെടിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അനന്തപുരത്ത്. ഞാൻ എൻ്റെ അനിയത്തിയും 2 ചെടിത്തോട്ടം ഉണ്ടായിരുന്നു വീടിൻ്റെ 2 സൈഡിലും കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഒരാളുടെ അങ്ങനെയായിട്ട് അങ്ങനെ ആ പുല്ലൊക്കെ പറിച്ച് ഇത് അടിപൊളിയായിട്ടാണ് ഇവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ ചെറിയൊരു വഴി അങ്ങനെ ഇട്ടു. ഇപ്പുറത്ത് ഇരുമ്പമ്പുളി ഉണ്ട്, അതും പറിച്ച് മാറ്റി വെക്കണം. എല്ലാതും കൂടി ചേട്ടന് വയ്യാണ്ടായി എന്ന് എനിക്ക് തോന്നി. അവിടെ 2 കട്ടയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം തോന്നിയപ്പോൾ. പിന്നെ അത് ഇന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഉമ്മറം വൃത്തിയായി. അടുക്കള ഭാഗം പകുതി വൃത്തിയായിട്ടുണ്ട്. ഇനി ആ കിണറിൻ്റെ ഭാഗം അടുത്ത ആഴ്ച വൃത്തിയാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഫുള്ളായിട്ട് കുറേ പ്രാവശ്യം പറിച്ച് ഇങ്ങനെ നിന്നാലാണ് നമ്മുടെ പുല്ലുകൾ പിന്നെ മുളയ്ക്കാണ്ടാവുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയമുള്ള പോലെയൊക്കെ ഞാൻ ചെയ്യണു. ഡാലിയേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡാലിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചെടി ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോവലത് നിറച്ച് പടർന്ന് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. നിറച്ച് ആ പൂവൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് എനിക്കത് കണ്ടപ്പോൾ. പിന്നെ പാഷൻ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേപ്പ്, പിന്നെ ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒക്കെ പാവ്യം മുളച്ചിട്ടുണ്ട്. ഉണ്ടാകുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ കൂട്ടുകാരുടെ അടുത്ത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത്. നാളെ രാവിലെ